നമ്മളിന്ന് നോക്കുന്നത് അസസ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് നോർമൽ പ്രഗ്നൻസി. ഇതിൽ ഫിസിയോളജിക്കൽ ചേഞ്ചസ് വരുന്നത് റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ വരുന്നുണ്ട്. ബ്രസ്റ്റിൽ, സ്കിന്നിൽ, സർക്കുലേറ്ററി, തെർമോറെഗുലേഷൻ, മെറ്റബോളിക്, റെസ്പിറേറ്ററി, ഡൈജസ്റ്റീവ്, യൂറിനറി, ബയോമെക്കാനിക്കൽ. ചേഞ്ചസ് വരുന്ന ജെനിറ്റൽ ഓർഗൻസ് ആണ് വൾവ, വജൈന, യൂട്രസ്, ഇസ്തമസ്, സെർവിക്സ്, ഫെലോപ്പിയൻ ട്യൂബ്, ഓവറി. നമുക്കിനി 1 by 1 ആയിട്ട് ഓരോ ചേഞ്ചസ് നോക്കാം. ആദ്യം തന്നെ വൾവയിൽ ഇതിൽ എഡിമേറ്റസ് ആകും, മോർ വാസ്കുലാർ ആകും, സൂപ്പർഫിഷ്യൽ വെരിക്കോസൈറ്റിസ് ഉണ്ടാകും, ലേബിയ മൈനോറ പിഗ്മെൻറ്റഡ് ആകും, പിന്നെ ഹൈപ്പർട്രോഫിഡ് ആകും, അതായത് സൈസ് കൂടും. ഇനി വജൈനയിൽ വരുന്ന ചേഞ്ചസ് ആണ് വജൈനൽ വാൾസ് ബിക്കം ഹൈപ്പർട്രോഫിഡ്, എഡിമേറ്റസ് ആൻഡ് മോർ വാസ്കുലാർ. ഈ ഒരു വാൾസിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന വീനക്സ് പ്ലക്സസിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കൂടുന്നത് കൊണ്ട് മ്യൂക്കോസ ഒരു ബ്ലൂയിഷ് കളറേഷൻ കാണിക്കും. ഇതിനെ ചോഡിക് സൈൻ എന്ന് വിളിക്കുന്നുണ്ട്. ജാക്വമിയ സൈൻ നിന്നും ഇതിനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ലെങ്ത് ഓഫ് ദി ആൻറ്റീരിയർ വജൈനൽ വാൾ ഈസ് ഇൻക്രീസ്ഡ്. ആൻറ്റീരിയർ വജൈനൽ വാളിൻ്റെ ലെങ്ത് കൂടും. സെക്രീഷൻസ് ബിക്കം കോപ്പിയസ്, തിൻ ആൻഡ് കേർഡി വൈറ്റ് ആകും. pH ബിക്കം അസിഡിക്. ഇനി യൂട്രസിൽ വരുന്ന ചേഞ്ചസ് ആണ് നോൺ പ്രഗ്നൻ്റ് ആയിട്ട് കിടക്കുന്ന ടൈമിൽ, അതായത് ഗർഭിണി ആകുന്നതിന് മുമ്പ് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 60 ഗ്രാമും ലെങ്ത് എന്ന് പറയുന്നത് 7.5 സെൻറ്റിമീറ്ററുമാണ്. പക്ഷേ ഇതൊരു ടേമിലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 900 to 1000 ഗ്രാമും ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 35 സെൻറ്റിമീറ്ററും ആകുന്നുണ്ട്. ചേഞ്ചസ് ഒക്കേഴ്സ് ഇൻ ഓൾ പാർട്സ് ഓഫ് ദി യൂട്രസ്, ബോഡി, ഇസ്തമസ്, സെർവിക്സ്. ഇത് 3 യൂട്രസിൻ്റെ പാർട്സ്. അപ്പോൾ ഈ ഒരു 3 പാർട്സിലും ഈ ഒരു 3 ഭാഗങ്ങളിലും ചേഞ്ചസ് ഉണ്ടാക്കും. ഇനി ബോഡി ഓഫ് യൂട്രസിലുണ്ടാകുന്ന ചേഞ്ചസ് ആണ് ഇതിൻ്റെ ഗ്രോത്തും ഇതിൻ്റെ എൻലാർജ്മെൻറ്റും കൂടാൻ തുടങ്ങും. എൻലാർജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡ്യൂ ടു ഫോളോയിങ് ഫാക്ടേഴ്സ്. 2 ചേഞ്ചസ് ഇൻ ദി മസിൽസും അറേഞ്ച്മെൻറ്റ് ഓഫ് ദി മസിൽ ഫൈബേഴ്സും. മസിൽസിലുണ്ടാകുന്ന ചേഞ്ചസ് നോക്കുകയാണെങ്കിൽ ഒന്നാമത് ഇത് ഹൈപ്പർട്രോഫീഡ് ആകും, പിന്നെ ഹൈപ്പർപ്ലേസിയ ഉണ്ടാകും. ഇതിന് കാരണം ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഹോർമോണിൻ്റെ ഇൻഫ്ലുവൻസ് ആണ്. പിന്നെ സ്ട്രെച്ചിങ് സംഭവിക്കും. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഗ്രോയിങ് ഫീറ്റേഴ്സ് ഡിസ്റ്റൻഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വാളെന്ന് പറയുന്നത് തിന്നുണ്ടാകും. ഈ ഒരു ടേമിൻ്റെ ടൈമിൽ മെഷേഴ്സ് അബൌട്ട് 15 സെൻറ്റിമീറ്റർ ഓർ ലെസ്, 15 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ അതിൽ കുറവായിരിക്കും. അടുത്തത് അറേഞ്ച്മെൻറ്റ് ഓഫ് മസിൽ ഫൈബേഴ്സ് ആണ്. ഔട്ടറിൽ ഇത് ലോഞ്ചിറ്റ്യൂഡിനലായിട്ട് ഒരു ഹുഡ് ലൈക്ക് അറേഞ്ച്മെൻ്റ് ആണ്. ഇന്നറിലാണെങ്കിൽ ഇത് സർക്കുലർ ആയിട്ടാണ്. ഇറ്റ് ഈസ് എ സ്ഫിൻച്ചർ ലൈക്ക് അറേഞ്ച്മെൻ്റ് ആണ്. പിന്നെ ഇൻ്റർമീഡിയറ്റിലാണെങ്കിൽ ഇതാണ് തിക്കസ്റ്റും സ്ട്രോങ്ങസ്റ്റും ലെയർ. പിന്നെ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ക്രിസ് ക്രോസ് ഫാഷനിലാണ്. ഇതാ ലെയേഴ്സിൻ്റെ പിക്ചറാണ് കേട്ടോ, ഒന്ന് നോക്കിക്കോ. ഇനി വാസ്കുലർ സിസ്റ്റം ചേഞ്ചസ് ആണ്. ഈ ഒരു പ്രഗ്നൻസിയുടെ 20ാമത്തെ വീക്കിൽ ഈ ഒരു യൂട്രൈൻ ആർട്ടറി എന്ന് പറയുന്നത് അതിൻ്റെ ഡയമീറ്റർ ഡബിൾഡ് ആകും. പിന്നെ അതിലൂടെ പോകുന്ന ബ്ലഡ് ഫ്ലോ 8 മടങ്ങ് അധികമാകും. പിന്നെ വാസോ ഡയലേഷൻ ഈസ് മെയിൻലി ഡ്യൂ ടു എസ്ട്രാഡയോൾ ആൻഡ് പ്രൊജസ്ട്രോൺ. ഈ 2 കാരണം വാസോ ഡയലേഷൻ ഉണ്ടാകും. വീൻസ് ബിക്കം ഡയലേറ്റഡ് ആൻഡ് വാൾവ്ലെസ്. പിന്നെ ന്യൂമറസ് ലിംഫാറ്റിക് ചാനൽസ് ഓപ്പൺ ആകും. ഇനി വെയിറ്റിലുണ്ടാകുന്ന ചേഞ്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് കൂടും. ഇതിന് കാരണം യൂട്രൈൻ മസിൽസിൻ്റെയും കണക്റ്റീവ് ടിഷ്യൂടെയും വാസ്കുലർ ചാനൽസിൻ്റെയും ഗ്രോത്ത് കൂടുന്നതാണ്. ഇനി ഷേപ്പ് നോക്കുകയാണെങ്കിൽ നോൺ പ്രഗ്നൻറ്റ് വുമണിലാണെങ്കിൽ ഇതിൻ്റെ ഷേപ്പ് പയോഫോമാണ്. പിന്നെ 12th വീക്കിൽ ഇതിൻ്റെ ഷേപ്പ് ഗ്ലോബുലർ ആകും. 28 വീക്ക് ആകുമ്പോൾ ഇത് വീണ്ടും പയോഫോമോ അല്ലെങ്കിൽ ഒവോയിഡോ ആകും. പിന്നെ ഇതിൻ്റെ സൈസ് കൂടും കേട്ടോ. പിന്നെ 30ാമത്തെ വീക്കിൽ സ്ഫെറിക്കലാകും. നമ്മളിനി ഇതിൻ്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ 8ാമത്തെ ആഴ്ച വരെ നോർമൽ ആൻറ്റിവേർട്ടഡ് പൊസിഷനിലായിരിക്കും നമ്മുടെ യൂട്രസ് ഉണ്ടാകുന്നത്. ഇത് ബ്ലാഡറിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. ഇത് കാരണം ഈ ഒരു യൂറിൻ ഫില്ലിങ്ങിനും പിന്നെ ഈ ഒരു യൂറിനേഷൻ്റെ ഫ്രീക്വൻസിനെയും എഫക്റ്റ് ചെയ്യും. പിന്നെ ആഫ്റ്റർവേർഡ്സ് അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇറ്റ് ബിക്കം ഇറക്റ്റ് ആകാൻ തുടങ്ങും. അതിനുശേഷം ഇത് ഇറക്റ്റ് ആകാൻ തുടങ്ങും മൾട്ടിപാര വുമണിൽ, അതായത് 1 കൂടുതൽ പ്രസവിച്ചിട്ടുള്ള സ്ത്രീകളിൽ വിത്ത് ലാക്സ് അബ്ഡോമിനൽ വാൾ ടെൻഡൻസി ഓഫ് ആൻറ്റിവേർഷൻ കൂടുതലായിരിക്കും. പിന്നെ പ്രൈമറി ഗ്രാവിഡിൽ ആദ്യമായിട്ട് പ്രസവിക്കുന്നവരിലാണെങ്കിൽ അവർക്ക് ഗുഡ് ടോൺ ഓഫ് അബ്ഡോമിനൽ മസിൽസ് ഉണ്ടാക്കണം. അങ്ങനെയുള്ളവരിലാണെങ്കിൽ ഇത് മറ്റേണൽ സ്പൈനിന് എതിരായിട്ട് ഫേംലി നിൽക്കും. ഇനി ലാറ്ററൽ ഒബ്ലിക്വിറ്റി ഓഫ് യൂട്രസ് എന്താണെന്ന് നോക്കാം. ഇതെന്ന് പറയുന്നത് ഒരു ചെരിവാണ്. യൂട്രസ് എൻലാർജ് ആകുന്നതോറും ഇത് അബ്ഡോമിനൽ ക്യാവിറ്റിയിലുള്ള സ്പേസ് ഒക്യുപ്പൈ ചെയ്യാൻ കൂടുതൽ സ്പേസ് ഒക്യുപ്പൈ ചെയ്യാൻ തുടങ്ങും. പിന്നീട് ഇതിൻ്റെ ലോങ് ആക്സിസിലൂടെ റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇതിനെ ഡെക്സ്ട്രോ റൊട്ടേഷൻ എന്ന് പറയും. ഇതിന് കാരണം റെക്ടോസ്റ്റിഗ്മോയിഡ് പെൽവിസിൻ്റെ ലെഫ്റ്റ് പോസ്റ്റീരിയർ ക്വാഡ്രന്റ് ഒക്യുപ്പൈ ചെയ്യുന്നതാണ്. പിന്നെ ഈ ഒരു ടൈമിൽ സെർവിക്സ് ലെഫ്റ്റിലോട്ട് ഡീവിയേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇതിനെ ലീവോ റൊട്ടേഷൻ എന്ന് പറയും. അടുത്തത് യൂട്രൈൻ പെരിട്ടോണിയാണ്. യൂട്രസ് വളരും തോറും ഈ ഒരു പെരിട്ടോണിയം അതിന് കണക്കായിട്ട് അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഒരു റിലേഷൻ കീപ്പ് ചെയ്യാൻ തുടങ്ങും. പിന്നെ യൂട്രോസാക്രൽ ലിഗമെൻറ്റും ബേസ് ഓഫ് ദി ബ്രോഡ് ലിഗമെൻറ്റും ഉയർന്നിട്ട് പെൽവിക് ബ്ലൂമിൻ്റെ ലെവലിലെത്തും. ഇത് കാരണം പൗച്ച് ഓഫ് ഡഗ്ലസ് കൂടുതൽ ഡീപ്പൻ ആകും. ലാർജ് ഏരിയ ഓഫ് ദി ലോവർ ലാറ്ററൽ വാൾ ഓഫ് ദി യൂട്രസ് റിമെയിൻ അൺകവർഡ് ബൈ ദി പെരിട്ടോണിയം.
യൂട്രസിൻ്റെ ലോവർ ലാറ്ററൽ ഏരിയയുടെ വലിയൊരു ഭാഗം പെരിട്ടോണിയത്താൽ കവർ ചെയ്യാതെ കിടക്കും. ലൂസ് ആൻഡ് വാസ്കുലർ കണക്റ്റീവ് ടിഷ്യൂസ് ഈ ഒരു ഏരിയ ഫില്ല് ചെയ്യും. ഇനി കൺട്രാക്ഷൻസ്. പ്രഗ്നൻസിയുടെ ആദ്യ ആഴ്ചകളിൽ തന്നെ യൂട്രസ് സ്പോണ്ടേനിയസ് ആയിട്ട് കൺട്രാക്ട് ചെയ്യാൻ തുടങ്ങും. ഈ ഒരു കൺട്രാക്ഷൻ്റെ പ്രത്യേകതകൾ റെഗുലർ, ഇൻഫ്രീക്വൻറ്റ്, സ്പാസ്മോഡിക് ആൻഡ് പെയിൻലെസ് ആയിരിക്കും. അടുത്തത് എൻഡോമെട്രിയം ചേഞ്ചസ് ആണ്. എൻഡോമെട്രിയം പ്രഗ്നൻസിൻ്റെ ടൈമിൽ ഡെസിഡോ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഈ ഒരു ഇംപ്ലാന്റേഷന് ശേഷം പ്രൊജസ്ട്രോണിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം ഈ ഒരു സ്ട്രക്ചറൽ ആൻഡ് സെക്രട്ടറി ആക്ടിവിറ്റി കൂടാൻ തുടങ്ങും. പിന്നെ സ്ട്രോമയുടെ ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ എപ്പിത്തീലിയോയിഡ് സെൽസ് ആയിട്ട് മാറും. ഇതിനെ ഡെസിഡുവൽ സെൽസ് എന്നാണ് വിളിക്കുന്നത്. ഇനി ഇസ്തമസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ, ഒന്നാമത്തെ ട്രൈമസ്റ്ററിൽ തന്നെ ഇത് ഹൈപ്പർട്രോഫിഡ് ആകും. ഇതിൻ്റെ ആക്ച്വൽ ലെങ്ത്തിൻ്റെ 3 മടങ്ങാകും ഇതിൻ്റെ ലെങ്ത്ത്. ഇനി ഇസ്തമസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്. ഒന്നാമത്തെ ട്രൈമസ്റ്ററിൽ തന്നെ ഇത് ഹൈപ്പർട്രോഫിഡ് ആകും. ഇതിൻ്റെ ആക്ച്വൽ ലെങ്ത്തിൻ്റെ 3 മടങ്ങായിട്ട് ഇതിൻ്റെ ലെങ്ത്ത് വർദ്ധിക്കും. പിന്നെ ഇത് സോഫ്റ്റനാകും. പിന്നെ ഈ ഒരു പ്രഗ്നൻസി മുമ്പോട്ട് പോയിട്ട് ഒരു 12ാമത്തെ ആഴ്ച എത്തുമ്പോഴേക്കും ഇത് മുകളിൽ നിന്ന് താഴേക്ക് അൺഫോൾഡ് ചെയ്യാൻ തുടങ്ങും. പിന്നെ ഇത് ഇൻകോർപ്പറേറ്റ് ഇൻറ്റു യൂട്രൈൻ ക്യാവിറ്റിയിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്ത് പോകും. സോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇത് 1ാമത്തെ ഭാഗം. ഇതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത വീഡിയോയിൽ ഉണ്ടാകും. സോ വെയിറ്റ് ടിൽ ദെൻ. ബൈ. താങ്ക് യു.